ഒരിക്കൽ ഒരു യുവാവ് ബുദ്ധനോട് ചോദിച്ചു, ദൈവമുണ്ടോ ഇല്ലയോ? ഈ പ്രപഞ്ചത്തിന് നാശമുണ്ടോ? മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ബുദ്ധൻ ഒന്നും പറഞ്ഞില്ല, മൗനമായിട്ട് ഇരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് വീണ്ടും യുവാവ് ചോദ്യം ആവർത്തിച്ചു. എന്തുകൊണ്ടാണ് എൻ്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം നൽകാത്തത്? ഉന്നതമായ ജ്ഞാനം നേടിയ ഒരു മഹാത്മാവല്ലേ അങ്ങ്? ബുദ്ധൻ പറഞ്ഞു, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. മൗനത്തിലൂടെയാണ് അറിയാൻ കഴിയുക. മൗനം ഉള്ളിലുള്ള ജ്ഞാനത്തെ തൊടുമ്പോൾ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബുദ്ധൻ കൂടുതലും മൗനത്തിലൂടെയാണ് സംസാരിച്ചിരുന്നത്. ചില ചോദ്യങ്ങൾ ഞാനെന്ന ഭാവത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാലും ചോദിക്കുന്ന ആള് ഉത്തരം ശ്രദ്ധിക്കില്ല. കാരണം അവിടെ ഞാനെന്ന ഭാവം ഉണ്ട്. അതിനെ തണുപ്പിക്കാൻ മൗനമാണ് നല്ലത്. അതുപോലെ ചില ആശയങ്ങളുണ്ട്, അതിൽ നമ്മൾ മുറുകെ പിടിച്ചിരിക്കും. നമ്മൾ നമ്മുടെ ആശയങ്ങളെ ന്യായീകരിക്കും, വാദിക്കും, ജയിക്കാൻ നോക്കും. ഈ സമയത്തും നമുക്ക് സമാധാനക്കേടാണ് ഉണ്ടാവുന്നത്. അവിടെയും മൗനമാണ് നല്ലത്. അതേപോലെ ചില സാഹചര്യങ്ങൾ വേദനിപ്പിക്കും. ചില ആളുകളുടെ കോപമുള്ള വാക്കുകൾ വേദനിപ്പിക്കും. അപ്പം അതിനെ നമ്മൾ ശക്തമായിട്ട് എതിർക്കും, ചെറുത്ത് നിൽക്കും. എത്ര കണ്ട് ചെറുത്ത് നിൽക്കുന്നുവോ, എതിർക്കുന്നുവോ, അത്ര കണ്ട് അത് നമ്മുടെ ഉള്ളിൽ കിടക്കുക ചെയ്യുന്നതാണ്. അവിടെയും നമുക്ക് നല്ലത് മൗനമാണ്. മൗനം എന്ന് പറയുന്നത് ഒരു തോൽവിയല്ല, നമ്മുടെ കഴിവില്ലായ്മയല്ല, അത് ഒരു ശക്തിയാണ്. ഒരു മുറിയിൽ നിറയെ ശബ്ദമുണ്ടാകുമ്പോൾ ഒരു നേർത്ത സംഗീതത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ കഴിയില്ല. അതേപോലെ നമ്മുടെ ഉള്ളിൽ ചിന്തകൾ, ആശങ്കകൾ, വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിൻ്റെ ശബ്ദം ഉള്ളിലുണ്ടാകുമ്പോൾ ശാന്തിയുടെ സ്വരം നമുക്ക് കേൾക്കാൻ കഴിയില്ല. മൗനമെന്ന് പറയുന്നത് ശൂന്യമായ ഒരു സ്ഥലമാണ്. മനസ്സിന് വിശ്രമിക്കാൻ സാധിക്കുന്ന ശുദ്ധമായ സ്ഥലം. ഈ ശുദ്ധമായ സ്ഥലത്ത് മനസ്സ് വിശ്രമിക്കുമ്പോഴാണ് മനസ്സ് ശുദ്ധിയാവുന്നത്. ഈ ശുദ്ധിയിൽ ആകുമ്പോൾ ചുറ്റുമുള്ള സംഭവങ്ങൾ നമ്മെ സ്പർശിക്കില്ല, കോപമുള്ള വാക്കുകൾ നമ്മെ സ്പർശിക്കില്ല. ചില സാഹചര്യങ്ങൾ അത് വേദനിപ്പിക്കുന്നതാണെങ്കിലും അത് നമ്മെ സ്പർശിക്കില്ല. ഒരു ചേമ്പിലയിൽ വെള്ളം വീണാലും ആ വെള്ളം ചേമ്പിലയെ സ്പർശിക്കുന്നില്ല. അതേപോലെയാണ് മൗനത്തിലാകുമ്പോൾ സംഭവിക്കുന്നത്. ഒരിക്കൽ ഒരു വൈകുന്നേരം ബുദ്ധൻ്റെ അടുത്ത് ഒരു യുവാവ് വന്ന് പറഞ്ഞു, എനിക്ക് സമാധാനമില്ല. ഈ സമാധാനത്തിന് വേണ്ടിയിട്ട് കുറേ ദൂരം ഞാൻ യാത്ര ചെയ്തു. ഇപ്പോഴും സമാധാനമില്ലായ്മ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അങ്ങ് എന്നെ സഹായിക്കണം. ബുദ്ധൻ ആ സമയത്ത് മൗനമായിരുന്ന് തടാകത്തെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഈ യുവാവ് ബുദ്ധനരികെ മൗനത്തോടെ ഇരുന്ന് ആ തടാകത്തെ നോക്കി. ആ സമയത്ത് ജലത്തിൻ്റെ മർമ്മരം വ്യക്തമായിട്ട് ആ യുവാവ് കേട്ടു. തടാകത്തിനരികിലുള്ള വൃക്ഷങ്ങൾ നിശ്ചലതയിൽ നിൽക്കുന്നതായിട്ട് അറിഞ്ഞു. ആ സമയത്ത് യുവാവിൻ്റെ ഉള്ളിൽ സമാധാനം നിറഞ്ഞു.
ഇത് അനുഭവിച്ച യുവാവ് ബുദ്ധനോട് പറഞ്ഞു, ഗുരു, എനിക്കിപ്പോഴ് സമാധാനമുണ്ടോ? അപ്പം ബുദ്ധൻ പറഞ്ഞു, നിന്റെ ഉള്ളിൽ നേരത്തെ സമാധാനം ഉണ്ട്. ആ സമാധാനം ഉണർത്താനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നീ ഒരുക്കി കൊടുത്താൽ മാത്രം മതി. അതേപോലെ നമ്മുടെ ഉള്ളിലും ഈ സമാധാനം ഉണ്ട്. ആ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ആ സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്താൽ മാത്രം മതി.